മൂന്നാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ഓണപരീക്ഷയ്ക്ക് വരുന്ന പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ മോഡൽ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പുതിയ പുസ്തകം വന്നതിന് ശേഷമുള്ള ആദ്യ പരീക്ഷയാണ്. അതിനാൽ ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ നമുക്ക് ലഭ്യമല്ല. അതിനാൽ ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം എല്ലാത്തിനും ഉത്തരം കണ്ടെത്തണം. അതിനുശേഷം മാത്രമേ വീഡിയോയിൽ ഉത്തരത്തിൻ്റെ ഭാഗം കാണാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ എത്രത്തോളം ശരിയായി ഉത്തരം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന വീഡിയോകളെല്ലാം കൃത്യമായി ലഭിക്കും. തനിയെ വായിച്ച് ചെയ്യാൻ കഴിയുന്നവർ വീഡിയോയിൽ വോളിയം ഓഫ് ചെയ്തിട്ട് തനിയെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ ചെയ്യുക. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഒന്നാമത് കാണുന്ന ചോദ്യം ഇതാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിലെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു. വിവിധ രൂപങ്ങളെ പറ്റി പഠിച്ചിരുന്നു. വട്ടം, വൃത്തം, ചതുരം, ത്രികോണമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനെപ്പറ്റിയുള്ളൊരു ചോദ്യമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന വിവിധ രൂപങ്ങളുടെ എണ്ണം എണ്ണി നോക്കി എഴുതണം. നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കോളത്തിൽ വൃത്തം അല്ലെങ്കിൽ വട്ടം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് എത്രയെണ്ണം ഉണ്ടെന്ന് കണ്ടെത്തി എണ്ണി നോക്കിയിട്ട് അവിടെ ഉത്തരം എഴുതണം. രണ്ടാമത് കാണുന്നത് എത്ര ചതുരമുണ്ടെന്ന് എണ്ണി നോക്കണം. മൂന്നാമത് ത്രികോണം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി എഴുതണം. ചിലപ്പോൾ വൃത്തം, ത്രികോണം, ചതുരം എന്നിവ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കാനായിരിക്കും നിങ്ങളോട് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ചിത്രമൊക്കെ നോക്കിയാൽ നിങ്ങൾക്കിതുപോലെ വരയ്ക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പാറ്റേൺ പൂർത്തിയാക്കും. സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. സംഖ്യാ പാറ്റേൺ ഉണ്ട്, അതുപോലെ ചിത്ര പാറ്റേണും ഉണ്ടാവും. നോക്കൂ, എയിൽ 5, 10, 15 അത് കഴിഞ്ഞുള്ള രണ്ടെണ്ണം കൂടെ നിങ്ങൾ ചെയ്യണം. ബി ഇതാണ് 150, 250, 350 അതിനുശേഷമുള്ള രണ്ടെണ്ണം എഴുതണം. സി 880, 780, 680 അത് കഴിഞ്ഞുള്ള രണ്ടെണ്ണം എഴുതുക. ഡി ഒരു ചിത്ര പാറ്റേൺ ആണ്. ആ ചിത്രം ശ്രദ്ധിച്ചിട്ട് അതൊരു ചതുരമാണ്. ചതുരത്തിലൊരു വൃത്തം കാണുന്നുണ്ട്. ആ വൃത്തം എങ്ങോട്ടാണ് മാറിപ്പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനുശേഷം വരുന്ന രണ്ടെണ്ണം എഴുതണം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വായിക്കൂ, സംഖ്യ എഴുതൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സംഖ്യകൾ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്, അക്കത്തിലും കൊടുത്തിട്ടുണ്ട്. അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ നേരെ അവ അക്കത്തിൽ എഴുതണം. അക്കത്തിൽ കൊടുത്തിരിക്കുന്ന സംഖ്യയുടെ നേരെ അക്ഷരത്തിൽ എഴുതണം. അതിനകത്ത് ഒന്നാമത്തെ ഇതാണ് 900 നിങ്ങൾ അതിന് നേരെ അക്കത്തിൽ എഴുതണം. രണ്ടാമത്തെ 606, മൂന്നാമത്തെ 850, നാലാമത്തേത് 217 അത് നിങ്ങൾ അക്ഷരത്തിൽ എഴുതണം. അഞ്ചാമത്തേത് 368 അതും അക്ഷരത്തിൽ എഴുതണം. അടുത്ത ചോദ്യം ഇതാണ്. സംഖ്യാഫാൻ പൂർത്തിയാക്കുക. ഇവിടെ ഒരു സംഖ്യ നടുക്ക് കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യ നമ്മൾ വ്യത്യസ്ത രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 453 കൊടുത്തിരിക്കുന്നത്. അവയെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വ്യത്യസ്ത രീതിയിൽ എഴുതണം. അഞ്ചാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അവിടെ ഒരു സംഖ്യാമാലയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. 295, 296 വരെയുണ്ട്. പിന്നെ 302 നിങ്ങൾ കാണാം. ഇടയ്ക്കുള്ള ഭാഗം വിട്ടുപോയടത്തെ സംഖ്യകൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ആറാമത്തെ ചോദ്യം ഇതാണ്. സംഖ്യാ പിരമിഡ്. ഇത് നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിലെയാണ്. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതാനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴത്തെ കോളത്തിലെ 145ഉം 24 കൂടെ കൂട്ടുമ്പോൾ അതിന് തൊട്ട് മേളത്തെ കോളത്തിലെ കിട്ടും 169. ഇനി അതിന് തൊട്ടിപ്പുറത്തെ കോളത്തിലെ കിട്ടണമെങ്കിൽ 24ഉം 99ഉം കൂട്ടുക. അപ്പോൾ അതിന് തൊട്ട് മേളത്തെ കിട്ടും. അതിനുശേഷം 99ഉം 123ഉം കൂട്ടുമ്പോൾ അതിന് മുകളിലത്തെ കിട്ടും. ഇതുപോലെ തന്നെ ആ മുകളിൽ രണ്ട് കോളത്തിലെ സംഖ്യകൾ കൂട്ടി അതിന് മുകളിലത്തെ കോളത്തിൽ എഴുതുക. ഇപ്പുറത്തെ രണ്ട് സംഖ്യകൾ കൂട്ടി അതിന് മുകളിൽ എഴുതുക. അപ്പോൾ ഏറ്റവും മേളിൽ വരുമ്പോൾ രണ്ട് കോളമാണ് ഇപ്പം കാണുന്നത്, ഇനി കിട്ടുള്ളൂ. ആ രണ്ട് കോളത്തിലേയും കൂടെ കൂട്ടി ഏറ്റവും മുകളിൽ കൂട്ടി എഴുതുക. ഇത്രയുമാണ് നമ്മൾ ഈ മോഡൽ ക്വസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തനിയെ പേപ്പറിൽ ചെയ്ത് നോക്കുക. പേപ്പറിൽ ബുക്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളുടെ ഭാഗം കാണാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് അപ്പോൾ ഉത്തരങ്ങളുടെ ഭാഗം കാണുന്നതിന് മുമ്പ് ഈ ചോദ്യപേപ്പർ നിങ്ങളുടെ ഒക്കെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. നമ്മൾക്ക് ഉത്തരങ്ങളുടെ ഭാഗങ്ങളിലേക്ക് നോക്കാം.
ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചിത്രം നോക്കി എഴുതാനുള്ളതായിരുന്നു. അവിടെ വൃത്തം എണ്ണുമ്പോൾ, വൃത്തം അല്ലെങ്കിൽ വട്ടം എണ്ണുമ്പോൾ അവിടെ 6 എണ്ണം കിട്ടുന്നതായിട്ട് കാണാം. അടുത്ത് നോക്കൂ, ചതുരം എണ്ണി നോക്കൂ. അപ്പോൾ ചതുരം 7 എണ്ണം കാണാം. ത്രികോണം 4 എണ്ണം. അത് ഓരോന്നിൻ്റെ നേരെ നിങ്ങളിതുപോലെ എഴുതണം. അപ്പോൾ നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചിത്രം ഇതുപോലെ വരച്ച് നോക്കണം. ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ഒരു പാറ്റേൺ ആയിരുന്നു സംഖ്യാ പാറ്റേൺ. ഒന്നാമത്തെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. 5, 10, 15. അടുത്തത് 20, 25. അതിൽ ബി ഇതാണ്. 150, 250, 350, 450, 550. അടുത്ത് നോക്കൂ, സി. അവിടെ കുറഞ്ഞാണ് സംഖ്യകൾ വരുന്നത്. 880, 780, 680, 580, 480. ഇനി നോക്കൂ, ഈ ചിത്ര പാറ്റേണാണ്. അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആണോ നിങ്ങൾ ചെയ്തതെന്ന് നോക്കൂ. ഇനി മൂന്നാമത്തെ നോക്കൂ, അവിടെ വായിക്കൂ, സംഖ്യ എഴുതൂ എന്നതായിരുന്നു നമ്മളുടെ പ്രവർത്തനം. ഒന്നാമത് കാണുന്നത് 900 എന്നാണ്. 900 നമുക്ക് ഇതുപോലെ സംഖ്യയായിട്ട് എഴുതാം. അടുത്തത് 606. മൂന്നാമത്തേത് 850. നാലാമത്തേത് നോക്കൂ, 217 ഇങ്ങനെ 217 എന്ന് അക്ഷരത്തിൽ എഴുതാം. അഞ്ചാമത്തേത് 368. 368 എന്ന് അക്ഷരത്തിൽ ഇങ്ങനെ എഴുതണം. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, സംഖ്യാഫാൻ. പുസ്തകത്തിലൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് 4 ഫാനിൻ്റെ 4 ഇതളുകൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ 453 വ്യത്യസ്ത രീതിയിൽ എഴുതാം എന്നുള്ളതാണ്. ഒന്ന് നോക്കൂ, ഒന്നാമത് നമ്മൾ 45 പത്തുകൾ 3 ഒറ്റകളുമായിട്ട് അതിനെ പിരിച്ചെഴുതാൻ പറ്റും. രണ്ടാമത് നോക്കൂ, 453 ഒറ്റകൾ. മൂന്നാമത്തെ നോക്കൂ, 400, 5 10, 3 ഒറ്റ. ഇനി നാലാമത് ഒരു കോളം കൂടെ. ആ കോളത്തിൽ നമുക്കിങ്ങനെ എഴുതാം, 453 എന്ന് അക്ഷരത്തിൽ എഴുതാൻ സാധിക്കും. അടുത്തത് നമ്മൾ കാണുന്നത് സംഖ്യാമാല എന്നുള്ളതാണ്. അപ്പോൾ സംഖ്യാമാലയ്ക്കകത്ത് 295 ഉണ്ട്, 296 ഉണ്ട്, 297 ഉണ്ട്, 298 ഉണ്ട്, 299, 300, 301, 302 അവിടെ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം സംഖ്യ പിരമിഡ് നിർമ്മിക്കാനുള്ളതാണ്. സംഖ്യാ പിരമിഡിനകത്ത് 2 സംഖ്യകൾ കൂട്ടി അതിന് മുകളിൽ 169 കൊടുത്തിട്ടുണ്ട്. അടുത്തത് കൂട്ടേണ്ടത് 24ഉം 99ഉമാണ്. അത് കൂട്ടുമ്പോൾ 123 എന്ന് ഈ കോളത്തിൽ എഴുതണം. ഇനി 99ഉം 123ഉം കൂട്ടുമ്പോൾ 222 എന്ന് അതിന് മുകളിലത്തെ കോളത്തിൽ എഴുതണം. ഇനി നമ്മൾ കൂട്ടാനുള്ളത് 169ഉം 123ഉം കൂടെ കൂട്ടുമ്പോൾ 292 കിട്ടും. ഇനി 123ഉം 222ഉം കൂട്ടുമ്പോൾ 345 കിട്ടും. ഇനി ഏറ്റവും മുകളിലത്തെ കോളത്തിലെ സംഖ്യയാണ് ഇനി കണ്ടെത്താനുള്ളത്. 292ഉം 345ഉം കൂടെ കൂട്ടുമ്പോൾ 637 കിട്ടും. എല്ലാവർക്കും എല്ലാം ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തെറ്റിപ്പോയവരെ വിഷമിക്കേണ്ട. നിങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആരോഹണ അവരോഹണ ക്രമം. അതും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിൻ്റെ ഒരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സും നിങ്ങൾ കണ്ട് നന്നായിട്ട് പഠിച്ച് എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.